പ്രിയപ്പെട്ട കുട്ടികളെ, ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ചോദ്യോത്തരങ്ങളും താരതമ്യ പഠനങ്ങളും ഏതാണ്ട് വരാൻ സാധ്യതയുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇന്നൊരു ചോദ്യം മനസ്സിലുദിക്കുന്നത്, പ്രപഞ്ചമരുളൂ പട്ടും വെട്ടും പകരത്തിനു പകരം എന്ന് ഒരു വരി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലുണ്ട്. നാം തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും. അത് ലക്ഷ്മണ സാന്ത്വനത്തിലെ സന്ദർഭവുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന ആഹ്വാനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഒട്ടും പ്രതികാരബുദ്ധിക്ക് വശംവദരാകരുത്. പ്രതികാരബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ ആത്മനാശവും പരനാശവും വരും. ആ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ആത്മസംയമനത്തിൻ്റെ ആവശ്യകത അവിടെ ഏറെ തുറന്ന് കാണിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എപ്പോഴും വികാര സംയമനം പാലിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പുരോഗമന ചിന്തയുടെ അടിസ്ഥാനം തന്നെ വികാര സംയമനമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.